ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ദേ ഇവളാണ്. ഇവൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു നൈറ്റ് ക്രീവിങ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ഒരു പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാൻ 2 പാസ്ത വാങ്ങിയിട്ടുണ്ട്, 2 ഫ്ലേവറുള്ള. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സംഭവം മാഗി പോലെ ഉണ്ടാക്കേണ്ട കഥയാണ്. അതുകൊണ്ട് അതെന്താന്ന് ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവൾ എൻ്റെ വീട്ടിൽ സ്റ്റേ ഒക്കെ ചെയ്ത് നമ്മൾ നൈറ്റ് കുക്കൊക്കെ ചെയ്ത് സിനിമയൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു നൈറ്റ് നമ്മളെപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് അവൾ വേറൊരു ഉദ്ദേശം കൊണ്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അവളുടെ അമ്മക്ക് വേണ്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ വേറെ കാര്യമാണ്. അതെല്ലാം അവൾ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മളിതിപ്പോൾ കൊളാബ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അവൾക്ക് അക്കൗണ്ട് ഉണ്ട്, അവൾക്ക് ചാനലുണ്ട്. പക്ഷെ അവൾ വീഡിയോസൊന്നും ഇടാറില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊളാബ് ചെയ്ത് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതേപോലെ നൈറ്റ് ക്രേവിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ ഇവിടെ ഇതായിട്ട് കാണിക്കാം. അപ്പം നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ അതും ഒന്ന് കാണുക, ഇതും ഒന്ന് കാണുക. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ ഒരു ഫ്രണ്ട്? വെച്ചാൽ അവൾ വേറെ, ഞങ്ങൾ വേറെ, പിന്നെ സംസാരിക്കാറില്ല, ദിവസം കോണ്ടാക്റ്റ് ഇല്ല, ദിവസം മെസ്സേജ് ഇല്ല, ദിവസം സംസാരിക്കാറില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും. നമ്മൾ ലാസ്റ്റ് കണ്ടതിന് ശേഷം മുതലുള്ളത് അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് നടന്ന എല്ലാ കാര്യവും ആ നിമിഷം കൊണ്ട് നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മളത് പറയും. അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഇവൾ. ഞങ്ങൾ +1 മുതൽ സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് ഇവളെ ഞാൻ കണ്ടപ്പോൾ എന്തൊരു പാവമാണെന്നറിയാമോ. ഇപ്പം പാവാട്ടോ, പാവമല്ല എന്നല്ല, പക്ഷേ ഭയങ്കര സൈലൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കൂടെ എത്തിയപ്പം, എൻ്റെ കൂടെ ആയപ്പോൾ എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളും കൂടിയാണ് അവൾ. അങ്ങനെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിയും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെ മനസ്സിൽ വെക്കാതെ, അല്ലെങ്കിൽ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോകുന്നൊരു ഫ്രണ്ട്ഷിപ്പ് കൂടെ ആണ്. അപ്പോൾ ആദ്യം ഭയങ്കര സൈലൻ്റായിട്ട് പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായ ആൾക്കാരാണ് ഞങ്ങൾ. നമ്മളെ +1 കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ആകെ ഒരു +1 ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ +2 ആകുമ്പോൾ കൊറോണയായി. പിന്നെ കൊറോണയും അതൊക്കെ ആയിട്ടങ്ങ് ആ +2 ലൈഫ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റിൽ ഇപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് സംഭവം 2ാമത്തെ സെറ്റ് പാസ്തയും റെഡി ആവുന്നുണ്ട്. ഞങ്ങൾ 2 ടൈപ്പ് പാസ്തയാണ് എടുത്തത്. എന്താവും എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവം അത് സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാക്കറ്റ് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിക്കും, പക്ഷെ അത്രയൊന്നും ഇല്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്ലേറ്റ് നമ്മൾ ഹാഫ് ആക്കിയിട്ട് 2 സ്പൂണൊക്കെ എടുത്തിട്ട് പോയി റൂമിൽ പോയി അതും കഴിച്ചുകൊണ്ട് ഒരു മൂവി കാണാമെന്ന് പ്ലാൻ ചെയ്തു. അത് അവൾ കഴിക്കുന്നൊരു ഇതാണ്. പക്ഷെ ഞാനത് മര്യാദക്കായിരുന്നില്ല എടുത്തത്. അതായിരുന്നു ശരിക്ക് അവളുടെ മുഖം എക്സ്പ്രഷൻസ് ഒന്നും ശരിക്ക് കാണാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. പിന്നെ ഫസ്റ്റ് 2ാമത്തെ ഉണ്ടാക്കിയത് കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് കുറച്ച് ഡ്രൈ ആയിപ്പോയി, അതുകൊണ്ടാണോ അല്ല, പിന്നെ വെന്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മൂവി കണ്ടുകൊണ്ട് അത് കഴിച്ച് വന്നിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ഒന്നും അറിയാത്തതുപോലെ ഞങ്ങൾ മേലെ പോയി സിനിമയും കണ്ട് അങ്ങനെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.